പൊതുവേ ആരോടും അങ്ങനെ ഒരു സംസാരിക്കുന്ന ഒരു പ്രകൃതമല്ല ഷൈനിക്ക്. അതുകൊണ്ട് അവൾ എപ്പോഴും ആർക്കും പിടുത്തം തരാതെ ഒരു കരയുന്ന മോഹഭാവമായിട്ട് അങ്ങനെ ഒരു മാറിപ്പോകുന്ന ഒരു രീതിയാണ്. ഷൈനി കരയുന്നത് ഞങ്ങൾ ആരും സത്യം പറഞ്ഞാൽ ഇതുവരെയും കേട്ടിട്ടില്ല. പക്ഷേ ആ മക്കളുടെ കരച്ചിൽ ഞങ്ങൾ നാളുകളായിട്ട് ഞങ്ങൾക്കറിയാം. ഭർത്താവിൻ്റെ ചേട്ടനും അമ്മായിയമ്മയൊക്കെ എന്നും ഉപദ്രവമായിരുന്നു. അച്ഛനാ എന്നും ഉപദ്രവം. ഞങ്ങളെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. തീർച്ചയായിട്ടും ഇതിനൊരു നടപടി എടുക്കണം. ഞാനും ഒരു സ്ത്രീയാണ്, ഞങ്ങൾക്കും മക്കളുള്ളതാണ്. ഇവർ ശരിക്കും കൊലപാതകൾ. ഈ കൊലപാതകൾക്ക് നേരെ നല്ലൊരു നിയമ നടപടി ഉണ്ടാകണമെന്നുള്ളത്. നമസ്കാരം. ഷൈനിയുടെയും മക്കളായ അലീനയുടെയും ഇവാനയുടെയും ഭൗതിക ശരീരങ്ങൾ ഏറ്റുമാനൂരിലെ വീട്ടിൽ നിന്നും നേരെ എത്തിച്ചത് ചുങ്കത്തെ നോബിയുടെ വീട്ടിലാണ്. അതായത് ഭർത്താവായ നോബിയുടെ വീട്ടിലേക്കാണ്. പക്ഷെ നോബിയുടെ വീട്ടിലെത്തിച്ചെങ്കിലും അയൽക്കാരും തന്നെ അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. കാരണം നോബിയുടെ അത്രയ്ക്കും ദേഷ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഒരാളും ആ വീട്ടിലേക്ക് പോകരുത് എന്ന് തന്നെ ഇടവകയിലെ വാട്സപ്പ് കൂട്ടായ്മയിലൊക്കെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരും തന്നെ അവിടേക്ക് പോയില്ല. അതൊരു പ്രതിഷേധമായിട്ടാണ് ആളുകൾ കണക്കാക്കിയത്. കൂടാതെ അവിടേക്ക് എത്തിയ നോബിയുടെ ബന്ധുക്കളുണ്ട്, അവർ മാത്രമാണ് ആ വീട്ടിലേക്ക് ഈ ഒരു പൊതുദർശനത്തിൽ പങ്കെടുക്കുവാൻ എത്തിയത്. പക്ഷേ അവരുടെ ആളുടെ വാഹനം ആ ഭാഗത്തുള്ള വീടുകളിലൊന്നും തന്നെ ഇടുവാൻ അവിടുത്തെ നാട്ടുകാർ സമ്മതിച്ചില്ല. ഗേറ്റുകളെല്ലാം തന്നെ അടച്ച് ഇട്ടിരിക്കുകയായിരുന്നു. വാഹനത്തിന് സൈഡ് കൊടുക്കുക പോലും ചെയ്തില്ല. വഴി ചോദിക്കുന്നവർക്ക് വഴി പോലും ആളുകൾ പറഞ്ഞു കൊടുത്തിരുന്നില്ല. അതുപോലെ തന്നെ ആരെങ്കിലും ആ നാട്ടുകാർ ആ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ അങ്ങോട്ടേക്ക് പോകാതിരിക്കുവാനും കുറച്ച് ആളുകൾ അവിടെ ഇവിടെയുമൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ആ രീതിയിൽ വലിയ പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ചുങ്കത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നമുക്കൊപ്പം ഇവളുടെ വീടിനടുത്ത് താമസിക്കുന്ന 2 പേർ ചേരുന്നുണ്ട്. ഒരാൾ ഇപ്പോൾ തൊടുപുഴയിലെ കൗൺസിലറാണ്. കൗൺസിലർ നമ്മോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെയായിരുന്നു ആ വീട്ടിൽ സംഭവിച്ചതെന്ന് വ്യക്തമാക്കും. ചേച്ചി, എങ്ങനെയായിരുന്നു? ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നു, ക്രൂരതയൊക്കെ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ എനിക്ക് നവമാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ സത്യമാണ്. അതിൻ്റെ നിജസ്ഥിതി ഞങ്ങൾക്കും അറിയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇത്രയും ക്രൂരകൃത്യം നടന്നിട്ടും അധികാരപ്പെട്ടവർ എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നുവെന്ന് ഞങ്ങൾക്കും അറിയേണ്ടതാണ്. ഇത്രയും ഞെട്ടിക്കുന്നൊരു വിവാദം നമ്മുടെ നാട്ടിൽ നടന്നു. ഞങ്ങൾ ഇടവക്കാർ ഈ നാട് ഒന്നടങ്കം ഷൈനിക്കും മക്കൾക്കും ഒപ്പമാണ് നിൽക്കുന്നത്. അതിനകത്ത് കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്കും അറിയേണ്ടിയിരിക്കുന്നു. ഒരുപാട് അവിടെ ഒരു കഷ്ടപ്പെടുത്തിയിരുന്നു. ഷൈനി പോയതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത്. ഷൈനി പോയതിന് ശേഷം 2 തവണ ഞങ്ങൾ ഉണ്ടായപ്പം ഷൈനി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പൊതുവേ ആരോടും അങ്ങനെ ഒരു സംസാരിക്കുന്ന ഒരു പ്രകൃതമല്ല ഷൈനിക്ക്. അതുകൊണ്ട് അവൾ എപ്പോഴും ആർക്കും പിടുത്തം തരാതെ ഒരു കരയുന്ന മോഹഭാവമായിട്ട് അങ്ങനെ ഒരു മാറിപ്പോകുന്ന ഒരു രീതിയാണ്. അപ്പം പോയതിന് ശേഷം ഇങ്ങനൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പം അവൾ ഇവിടെ നാട്ടുകാരോടെല്ലാം തുറന്ന് സംസാരിച്ചു. എന്താ പറഞ്ഞത്? ഭർത്തൃ വീട്ടിൽ നിന്ന് വർഷങ്ങളായിട്ട് അവൾക്ക് ഭയങ്കര പീഡനമാണ് എന്നാണ് അവൾ പറഞ്ഞത്. അങ്ങനെ സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അതായത് ഇവരുടെ വീട്ടിൽ വിഷയം ഉണ്ടായി. ഷൈനി കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഈ പിള്ളേരുടെ ആദ്യ കുർബാന കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് വൈകിട്ട് ഇവിടെ പോയപ്പോൾ ഞങ്ങളൊക്കെ കണ്ടു, വണ്ടികളും ആൾക്കാരും ബഹളവും. സ്ഥിരം ഇവരുടെ വീട്ടിൽ ഇങ്ങനെ വിഷയമുള്ളപ്പം ഞങ്ങൾ നാട്ടുകാരൊന്നും അതിനകത്ത് ഇടപെടാറില്ല. അതിന് കാരണം ഇവർ നാട്ടുകാർ അയലോക്കംകാരെല്ലാം ആയിട്ട് ഇവർ ഭയങ്കര പ്രശ്നമാണ്, ശത്രുതയിലാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇവരുടെ കുടുംബത്തിലോട് ആരും തന്നെ വ്യക്തി നോക്കാറില്ല. ഇയാളുടെ ചേട്ടനൊരു അച്ഛനുണ്ടല്ലോ, അയാളും പ്രശ്നക്കാരനായിരുന്നു. അയാൾ നല്ലതായിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ഇങ്ങനൊരു അച്ഛനുള്ള കുടുംബത്തിൽ സംഭവിക്കുകയല്ലോ. എപ്പോഴും ഇവിടുന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുമായിരുന്നു. ഒച്ചപ്പാടും ബഹളം എന്ന് പറഞ്ഞാൽ ഷൈനി കരയുന്നത് ഞങ്ങൾ ആരും സത്യം പറഞ്ഞാൽ ഇതുവരെയും കേട്ടിട്ടില്ല. പക്ഷേ ആ മക്കളുടെ കരച്ചിൽ ഞങ്ങൾ നാളുകളായിട്ട് ഞങ്ങൾക്കറിയാം. ഇപ്പം നമ്മൾ ഇത്രയും തൊട്ടടുത്താണ്. എൻ്റെ മോൾക്കൊപ്പമാണ് അലീന. അവർ ഇവിടെ കളിച്ച് നടക്കുന്നു. പക്ഷേ ആ പിള്ളേരെ പോലും അയലോക്കത്ത് വിടാനോ ഒന്ന് സംസാരിക്കാനോ അവർ തയ്യാറാകുന്നില്ല. എന്നാൽ ഷൈനി പോയതിന് ശേഷം ഇവരുടെ കുടുംബാംഗങ്ങൾ നല്ല രീതിയിൽ ഞങ്ങളോടൊക്കെ സംസാരിക്കാനും ഇടപെടാനും തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് നാട്ടുകാരിൽ നിന്ന് അറിയാൻ പറ്റും. തൊട്ടടുത്ത് താമസിക്കുന്നവരാ, നെയ്ബേഴ്സാണ്. ഈ പെണ്ണിനോട് ഇവിടെ ഈ പെണ്ണിൻ്റെ ഭർത്താവിൻ്റെ ചേട്ടനും അമ്മായിയമ്മയൊക്കെ എന്നും ഉപദ്രവമായിരുന്നു. അച്ഛനാ എന്നും ഉപദ്രവം. ഇത് ഞങ്ങളെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഞങ്ങൾക്ക് ഒന്നും ഇടപെടാൻ പറ്റുമല്ലോ. ഞങ്ങൾ ഈ പെങ്കൊച്ച് ഇവിടുന്ന് പിണങ്ങി പോയ വിവരങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞതാണ്. തീർച്ചയായിട്ടും ഇതിനൊരു നടപടി എടുക്കണം. ഞാനും ഒരു സ്ത്രീയാണ്, ഞങ്ങൾക്കും മക്കളുള്ളതാണ്. ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് ആൻറ്റി എന്നൊക്കെ വിളിച്ച് സംസാരിക്കുകയും കൂട്ടുകാരെ പോലെ പിള്ളേർ ഇടപെട്ടിട്ടുള്ളതാണ്.
ആ പിള്ളേർക്ക് ഈ ഒരു അവസ്ഥ വന്നെങ്കിൽ നാളെ ഇനി എത്ര പേർക്ക് ഇതുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ ശരിക്കും കൊലപാതകൾ. ഈ കൊലപാതകങ്ങൾക്ക് നേരെ നല്ലൊരു നിയമ നടപടി ഉണ്ടാകണമെന്നുള്ളത് ഞങ്ങൾ ഈ കേരളത്തിലെ നിയമ വ്യവസ്ഥയോട് പറയുന്ന ഒരു കാര്യമാണ്. അയൽവക്കം എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഇതിനൊരു നടപടി ഉണ്ടാവണം. ശരിക്കും പറഞ്ഞാൽ ഇവർ കൊലപാതകങ്ങളല്ലേ, പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും ഇവരുടെ ക്രൂര പീഡനം കാരണമല്ലേ ഈ പെണ്ണും പിള്ളേരും ഈ ട്രെയിനിൻ്റെ മുന്നേ ചാടേണ്ടി വന്നത്. അതിന് തീർച്ചയായിട്ടും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ പറയാം, ഒരമ്മ എന്ന നിലയ്ക്ക് ഞാൻ പറയാം, ഇവർക്ക് നേരെ നല്ലൊരു നടപടി ഉണ്ടാവണം. എനിക്കിത്രയേ പറയാനുള്ളൂ. എന്തൊക്കെ ഉപദ്രവിച്ച് ഏത് രീതിയിലായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടോ? ഏത് രീതിയിൽ നിന്നെല്ലാം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. മുഖത്തിനിട്ടൊക്കെ അടിക്കുകയോ ഒക്കെ ചെയ്ത് അതിന് ഒരുപാട് ഉപദ്രവിച്ച കാര്യം എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. നിങ്ങളോടൊക്കെ ഈ ഷൈനി പറഞ്ഞിട്ടുണ്ടോ ഈ കാര്യം? ഞങ്ങളെല്ലാവരും നാട്ടുകാർ ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? കുടുംബശ്രീയിലെ പൈസയുടെ കേസും നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞങ്ങൾ അയൽപക്കംകാരാണല്ലോ. അപ്പോൾ ഈ നാട്ടിലുള്ള എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം, സ്പഷ്ടമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ കുടുംബശ്രീയിലെ പൈസ എന്താ എടുത്തിട്ട് എന്താ ചെയ്തത്? കുടുംബശ്രീയിലെ പൈസ എടുത്തിട്ട് അവർ വീട്ടിലാണ് വിനിയോഗിച്ചത്. എന്നിട്ട് പറഞ്ഞത് ഈ ഷൈനിയുടെ വീട്ടിലേക്ക് അത് കൊണ്ടുപോയെന്നാണ് എന്നാ പറയുന്നത്. അവർക്ക് എന്ത് വേണേലും പറയാമല്ലോ. എന്നാന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളല്ലേ, ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നതല്ലേ ഓടിച്ചാടി നടക്കുന്നത്, ഞങ്ങളും അമ്മമാരല്ലേ. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കണ്ടത് ഈ ഒരു അവസ്ഥയിൽ ഇപ്പം കാണാൻ പറ്റുമോ പോലും, ബോഡി കാണാൻ പോലും പറ്റിയല്ലോ. അതിൻ്റെ അത് ഈ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെ കിടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. ആ ഒരു വിഷമം എല്ലാം പള്ളിയിൽ പോയിട്ട് ഇനി ഉള്ളൂ ഇവരുടെ വീട്ടിലോട്ടില്ല. എന്തായാലും ഷൈനി ആ വീട്ടിൽ അനുഭവിച്ചത് ക്രൂരമായ പീഡനങ്ങളായിരുന്നു എന്ന് തന്നെയാണ് ഈ അയൽവാസികളൊക്കെ തന്നെ പറയുന്നത്. കാരണം വീടിന് തൊട്ടടുത്ത് താമസിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും. കൗൺസിലർ തൊട്ടയൽവക്കം തന്നെയാണ്. അവിടെ ഷൈനിയെ ഒരു വേലക്കാരിയായിട്ടാണ് അവിടെ കല്യാണം കഴിച്ചു കൊണ്ട് വന്നത് എന്നാണ് പറയുന്നത്. കൂടാതെ ഇവരാരും പറയാത്ത പല കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ റിഗിൽ ജോലി ചെയ്യുന്ന ആളാണ് ഈ നോബി പോയി കഴിഞ്ഞാൽ 1 മാസം 2 മാസം കഴിയുമ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇടിയുടെ പൂരമാണ്. തലങ്ങും വിലങ്ങും ഷൈനിയെ മർദ്ദിക്കും എന്നാണ് പറഞ്ഞത്. ഈ ഷൈനിയുടെ നിലവിളി നാട്ടുകാരും തന്നെ അയൽക്കാരും തന്നെ കേട്ടിരുന്നില്ല. ഈ അമ്മയെ മർദ്ദിക്കുമ്പോൾ മക്കളാണ് നിലവിളിച്ചിരുന്നത്. അതായത് ഇവാനെയും അലീനയും ഒച്ചത്തിൽ കരയുമായിരുന്നു. അതുമാത്രമാണ് ആ വീട്ടിൽ നിന്നും ശബ്ദം കേട്ടിരുന്നത്. ഒരിക്കലും ഷൈനി ഇത്തരത്തിൽ ഭർത്താവിൻ്റെ പീഡനത്തിന് ഇരയാവുന്നുണ്ടെന്ന് നാട്ടുകാർ അറിഞ്ഞിരുന്നില്ല. കുടുംബശ്രീയിൽ നിന്നും പണം എടുത്തിരുന്നു. ആ പണം ആ വീട്ടിലേക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷേ ആ പണം ഷൈനിയുടെ വീട്ടിലേക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് ഷൈനി തന്നെ ആ പണം കൊടുക്കണമെന്നാണ് ഈ ഭർത്താവ് നോബി പറഞ്ഞത്. ഭർത്താവിന് ലക്ഷങ്ങൾ ശമ്പളമുള്ള ആളാണ്. ഇയാൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കുറച്ച് കൂട്ടുകാരുമൊക്കെ ചേർന്ന് എപ്പോഴും മദ്യപാനവും ലഹരി ഉപയോഗവും ഒക്കെയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഇയാളുടെ സഹോദരനായിട്ടുള്ള ബോബി എന്ന ഒരു വൈദികനുണ്ട്. അയാൾ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാളിപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പാതിരിമാരും ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് നമ്മളെ ഏറെ ഞെട്ടിക്കുന്നത്. ഇവരൊക്കെ ഒരിക്കലും ആ അച്ഛൻ പട്ടത്തിന് അർഹനല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാട്ടുകാരുടെ കയ്യിൽ കിട്ടിയാൽ അവർ കൈകാര്യം ചെയ്യുമെന്നാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് ചുങ്കത്തെ നിവാസികൾ എല്ലാവരും തന്നെ. തൊടുപുഴയിൽ നിന്നും അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.